ഇന്ന് ഒ പിയിൽ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് പ്രമേഹം. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രമേഹം മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം കൂടുതലായിട്ട് കാണുന്നത്? അപ്പോൾ ഈ പ്രമേഹത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള ഒരു 5 പാനീയങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു അസുഖത്തിനോടൊപ്പം അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയതിന് ശേഷം മറ്റസുഖങ്ങൾ വരാം, ഈ രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഒരു 100-ൽ നമ്മൾ 80 ആൾക്കാരെ എടുത്ത് നോക്കിയാലും ആ 80 ആൾക്കാർക്കും നമുക്ക് പ്രമേഹം കാണാറുണ്ട്. പിന്നെ കാണുന്നതാണ് BP, കൊളസ്ട്രോൾ. ഇത് താരതമ്യേന കുറവാണെങ്കിലും ഷുഗറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. കാലിന് തരിപ്പുണ്ടാവും, ചുട്ടുപുകച്ചിലുണ്ടാവും, ശരീരം വിയർക്കൽ കൂടും, അതുപോലെ തന്നെ അമിതമായിട്ട് വിശപ്പ്, അമിതമായിട്ട് ദാഹം, മൂത്രം കൂടുതലായിട്ട് ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അതുപോലെ തന്നെ ക്ഷീണം, വെയിറ്റ് കുറയാം. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പ്രമേഹത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത്? അത് നമുക്ക് മാത്രം എന്തുകൊണ്ട് വന്നു? ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ചിലപ്പോൾ കുട്ടികളിൽ ജനിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവരായിരിക്കും ആ ജനിക്കുന്ന സമയത്ത് തന്നെ. അവർക്ക് കൂടുതലും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പറയുന്ന ടൈപ്പ് 2 ഡയബറ്റീസാണ്. അതൊരു ഏജ് കഴിഞ്ഞതിന് ശേഷം വരുന്ന, ഇപ്പോൾ പ്രായമായവരിൽ അല്ലെങ്കിൽ യൗവനങ്ങളിലൊക്കെ വരുന്ന ഷുഗറിനെയാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നത്. ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്താണ് അതൊരു ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. അതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയാം. ഹൈപ്പർ ഗ്ലൈസീമിയയെ പറയുന്ന പേരാണ് പ്രമേഹം. അപ്പോൾ ഈ ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ കാരണം ഈ പാൻക്രിയാസിന് വരുന്ന എന്തെങ്കിലും പ്രശ്നം കാരണം അവിടെ വരുന്ന ബീറ്റ സെൽസ് ഉണ്ട്. ഈ ബീറ്റ സെൽസാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ സെൽസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് കാരണം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ കാരണങ്ങളില്ലാതെ ഇൻസുലിൻ സഫീഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടത്താത്ത സമയത്താണ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുക. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് കോശങ്ങളിൽ വെച്ചിട്ട് ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഡൈവേർട്ട് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ പറ്റാത്ത സമയത്ത് അപ്പോൾ ആ ഇൻസുലിനൊരു പ്രതിരോധം സംഭവിക്കും. കാരണം ഇൻസുലിൻ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്താണ് ഈ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നത്. കാരണം ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് അത് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്ലഡിൽ തന്നെ നിൽക്കുകയും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്താണ് ഷുഗർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പലരും പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. പക്ഷേ ഈ പഞ്ചസാര കൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടുന്നത്. പഞ്ചസാര ഒരു വെളുത്ത വിഷമാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചോറ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും അത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടും. അപ്പോൾ ഈ അന്നജം നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രിക്കണം. പഞ്ചസാര കംപ്ലീറ്റ് ആക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ഒരിക്കലും കുറയില്ല. അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ചോറ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കലോറി കൂടുതലായിട്ട് ബോഡിയിൽ എത്തുക ചെയ്യുന്നത്. ഈ കലോറി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോഴൊക്കെ ഈ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അന്നജത്തിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രിക്കണം. ഈ അന്നജം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞാൽ 2-3 തരങ്ങൾ നമുക്ക് മാറ്റിയെടുത്താൻ പറ്റും. ഇപ്പോൾ അരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തവിടുള്ള അരിയുണ്ട്, അതുപോലെ തന്നെ വെളുത്ത അരിയുണ്ട്. അപ്പോൾ വെളുത്ത അരി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ന്യൂട്രീഷനും നമുക്ക് കിട്ടുന്നില്ല. ആ വെളുത്ത അരി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. എന്നാൽ തവിടുള്ള അരിയാണ് നമ്മൾ ഈ വെളുത്ത അരിക്ക് പകരം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഈ തവിടുള്ള അരിയിൽ എന്ന് പറഞ്ഞാൽ അലിയുന്ന നാരുകളുണ്ട്, ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സ് ഒരു പരിധി വരെ നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ അത് നമുക്ക് വിശപ്പിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഈ ആഗിരണത്തിൻ്റെ പവർ, ഈ കാർബോഹൈഡ്രേറ്റിന് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്ന പവർ കുറയ്ക്കുന്നുണ്ട് അലിയുന്ന നാരുകൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അന്നജം കൂടാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ നമുക്ക് നോർമലാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ സാധാ അരിക്ക്, വെളുത്ത അരിക്ക് പകരം തവിടരി യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ പറയുന്നത്
കഴിക്കുന്ന ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കാൻ നോക്കുക. പിന്നെ ഇടവേളകളിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് അന്നജം കഴിക്കുക എന്നല്ല. ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചു വരച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ പച്ചക്കറികൾ, ഇലക്കറികൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ചോറ് കഴിക്കുന്നത് ഇപ്പോൾ ഷുഗറുള്ള ഒരു പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചോറ് എപ്പോഴും ഒരു ദിവസം ഒരു തവി അല്ലെങ്കിൽ 2 തവി മാക്സിമം കഴിക്കാൻ പാടും. നിങ്ങൾ രാവിലെ പുട്ട്, ദോശ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു അന്നജമാണ്. ചിലർ പറയും അത് കാർബോഹൈഡ്രേറ്റ് അല്ലല്ലോ, അരി മാത്രമാണല്ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അരി മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്. ഈ അരിന് രൂപമാറ്റം വന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാർബോഹൈഡ്രേറ്റിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമ്മൾ അരി പൊടിച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ പുട്ടും ആ അന്നജം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റും കുറയ്ക്കുക. രാവിലെ കഴിക്കുന്ന ഫുഡ് അതിൽ നിന്ന് മാറ്റം വരുത്തുക. ഓട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞി പോലെ കഴിക്കുക, അത് ഉപ്പുമാവാക്കി കഴിക്കാൻ നോക്കുക. കാരണം പെട്ടെന്ന് ഈസിലി നമ്മുടെ ശരീരത്തിൽ ദഹനം സംഭവിച്ചു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് ഹൈ പീക്കാവുകയാണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സഡൻ പീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ദഹനം സാവധാനം നടക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ജ്യൂസുകൾ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ കക്കരിക്ക, ക്യാരറ്റൊക്കെ നിങ്ങൾ രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജ്യൂസ് അടിക്കാതെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. കഷ്ണങ്ങളാക്കിയിട്ട് ചവച്ചരച്ച് കഴിക്കുക. അല്ലെങ്കിൽ വേവിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉപ്പ് എന്തെങ്കിലും ഇട്ട് വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ ആ ഹൈ പീക്ക് കുറയുകയും ചെയ്യും. നമ്മുടെ ദഹനം സാവധാനത്തിലാവുന്ന സമയത്ത് ഷുഗർ നോർമലാക്കി കൊണ്ടുപോകാനും പറ്റും. ഈ രീതിയിൽ നിങ്ങൾ ഫുഡുകൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ കൺട്രോളിൽ പോകും. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല, നിങ്ങളുടെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിങ്ങും അതുപോലെ പോസ്റ്റ് പ്രാൻഡിയലാണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്തതിന്, ഫുഡ് കഴിക്കാതിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കാൻ പാടൂ. അതുപോലെ പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഫുഡിന് ശേഷം നോക്കുന്നത് 2.5 മണിക്കൂറിന് ശേഷമായിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോർമൽ അല്ലേ നോക്കുക. പിന്നെ ഇത് നോർമലാണ് അല്ലെങ്കിൽ ഇത് കുറഞ്ഞ രീതിയിൽ കൂടുതലുണ്ട് വിചാരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾ ചിലപ്പോൾ തലേ ദിവസം ഫുഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷുഗറിൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യേണ്ട എന്താ വെച്ചാൽ 3 മാസം കൂടുമ്പോൾ HbA1c എന്നുള്ള ടെസ്റ്റ് ചെയ്യണം. ഈ HbA1c നിങ്ങൾ 7ന്റെ താഴെ എപ്പോഴും കൊണ്ടുപോകാൻ നോക്കുക. 7ൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പല രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാലിന് തരിപ്പുണ്ടാവും. ആ കാലിന് തരിപ്പുള്ള സ്ഥലത്ത് തന്നെ അവിടെ ചെറിയ എന്തെങ്കിലും മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് മാറാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് അത് നെക്രോസിസ്, ആ ഭാഗം മൊത്തം മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണിന് ഇപ്പോൾ നെർവുകൾക്കാണ് ഈ ഷുഗർ കൂടുതലായിട്ട് ബാധിക്കുക. അപ്പോൾ ഒപ്റ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും. ഏത് നെർവിനാണോ ബാധിച്ചിട്ടുള്ളത് ആ ഭാഗത്തിനൊരു നാശം സംഭവിക്കുകയാണ് ചെയ്യുക. ഷുഗർ അത്രയും നമ്മുടെ കൊലയാളിയായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ ഫുഡിൽ മാക്സിമം നിയന്ത്രിക്കുക. എന്നിട്ട് നിയന്ത്രിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു 5 പാനീയങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു 2.5 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൽ ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം വെട്ടിത്തിളപ്പിക്കുക. എന്നിട്ട് അതൊരു 1 ഗ്ലാസ് ആക്കി മാറ്റിയതിന് ശേഷം അത് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഈ ഉലുവ എന്ന് പറയുന്നത് നിങ്ങളെ ഷുഗർ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഈ രാവിലെ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 8ഓ 10ഓ ഉലുവ ഇടുക. അത് ഇട്ട് രാവിലെ നിങ്ങൾ ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ പറയുന്നത് പേരയിലയാണ്. പേരയില എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ബീറ്റ സെൽസിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് പേരയില. അപ്പോൾ ഈ പേരയില ഒരു 5 പേരയില എടുത്തതിന് ശേഷം ഒരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ വെട്ടിത്തിളപ്പിക്കാം. ഇത് തിളപ്പിച്ച് 1 ഗ്ലാസ് ഏതാണെങ്കിലും നമ്മൾ കൂടുതൽ വെള്ളം എടുത്ത് അത് തിളപ്പിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം മാത്രമേ കുടിക്കാൻ പാടൂ. കാരണം എന്താ വെച്ചാൽ ആ കണ്ടൻറ്റ് മൊത്തം അതൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം അത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഷുഗർ ലെവൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി പിഴിയുക. ഇഞ്ചി കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ പിഴിഞ്ഞ് നീരെടുത്തതിന് ശേഷം ഈ നീര് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഫുഡ് ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിലും അത് സെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് പോകും. അപ്പോൾ ഇൻസുലിൻ്റെ റിലീസ് കൂട്ടുന്നതുകൊണ്ട് ജിഞ്ചർ ഇതേപോലെ നീര് നിങ്ങൾ ഡെയിലി രാവിലെ 1 സ്പൂൺ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പറയുന്നത് ജീരകമാണ്. ഈ ജീരകം അതുപോലെ തന്നെ ബീറ്റ സെൽസ്, ഞാൻ ആദ്യം പറഞ്ഞു പാങ്ക്രിയാസിലെ ബീറ്റ സെൽസാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ സെൽസിൻ്റെ
ഈ കോശങ്ങളുടെ സ്ട്രെങ്തനിങ്ങിന് സഹായിക്കുന്നതാണ് ജീരകം. അപ്പോൾ ജീരകം ഈ ഒരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ജീരകം ഇടുക. ജീരകം ഇട്ടതിന് ശേഷം അത് തിളപ്പിച്ചതിന് ശേഷം നിങ്ങളത് 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബീറ്റ സെൽസിൻ്റെ സ്ട്രെങ്തനിങ് കൂട്ടുകയും അത് കാരണം നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ എന്ത് കഴിക്കുക, ഇപ്പോൾ ഉലുവ അല്ലെങ്കിൽ ജീരകമൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ വാങ്ങുന്നത്, അതുപോലെ തന്നെ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാരണം ഇല്ലാതെ നിങ്ങൾ ചീപ്പായുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടൻറ്റ് കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ മഞ്ഞപ്പൊടിയായിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിലുള്ള കുർക്കുമിൻ കണ്ടൻറ്റ് ഒന്നും നമുക്ക് ആ മഞ്ഞപ്പൊടിയിൽ നിന്ന് കിട്ടുന്നില്ല. അല്ലാതെ നമ്മൾ മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് കിട്ടും. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ അതിൻ്റെ ചീപ്പായ സാധനം ഉള്ളിലെത്തിയോണ്ട് കാര്യമില്ല. ഇപ്പോൾ ജീരകമാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഫ്രഷ് ഇഞ്ചി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്നാലേ നമുക്ക് അതിന് ഇൻസുലിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് ആ ഫ്രഷ് ഇഞ്ചി കഴിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കിട്ടും. പിന്നെ ഉള്ളത് കറുവപ്പട്ടയാണ്. ഈ കറുവപ്പട്ട 1 സ്പൂൺ പൊടി 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെട്ടി തിളപ്പിക്കുക. ഈ 1 സ്പൂൺ പൊടി വെട്ടി തിളപ്പിച്ചിട്ട് നിങ്ങൾ 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാങ്ക്രിയാസിന് അതുപോലെ തന്നെ ഈ ഇൻസുലിൻ ഇതിൻ്റെ കൺവേർഷൻ കൂട്ടുന്നതിന് സഹായിക്കുന്നത് കറുവപ്പട്ടയാണ്. അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട സഹായിക്കുന്നുണ്ട്. ഈ കറുവപ്പട്ട ഈ ഷുഗർ നിയന്ത്രിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്തു പോകാനും നിങ്ങൾക്ക് ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. ഈ 5 പാനീയങ്ങൾ നിങ്ങൾ ദിവസം കഴിക്കണമെന്നില്ല. ഇതിൽ 1 or 2 നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ നിങ്ങൾക്ക് താഴേലേക്ക് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ HbA1c നിങ്ങൾ 3 മാസത്തിൽ ടെസ്റ്റ് ചെയ്യണം. അത് 7ന്റെ താഴെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു ഷുഗർ ഇല്ല അല്ലെങ്കിൽ ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹൈ തന്നെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. ഇത്രയും നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.